നോമ്പ് തുറയ്ക്കുള്ള അപ്പവും പനീർ കറിയാണ്. ഒരു പിടി തേങ്ങ, ഒരു അരക്കപ്പ് അരിപ്പൊടി വറുത്തത്, അരക്കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ് പാകത്തിനിടുക, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കി വയ്ക്കുക. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നാളികേരവും സബോളയും വറുത്തെടുക്കാം. അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളി നമുക്ക് വഴറ്റിയെടുക്കണം. ഈ തക്കാളി വെന്ത് കഴിഞ്ഞാൽ അതും തേങ്ങ വറുത്തത് സബോളയും കൂടി നമുക്ക് ഗ്രേവി ആക്കാനുള്ളതാണ് കേട്ടോ, അടിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ സബോള വഴണ്ടിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും ചേർത്ത് ഇളക്കി ഈ ബാറ്റർ ഒഴിക്കുക. ബാറ്ററല്ല, ഈ അരച്ചു കൊണ്ടുവന്ന ഗ്രേവി ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് തിളച്ച് വരുമ്പോഴാണ് വെള്ളം പുരങ്ങി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. പച്ചമുളക് 2 കീറിയിടുക, വേപ്പില. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പനീർ ഇടുക. ഒന്ന് മൂടി വെച്ച് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അപ്പം ചുടാം. അപ്പം വെറുതെ കോരി ഒഴിച്ചാൽ മതി, പരത്തൊന്നും വേണ്ട. തന്നെ പരക്കണ ഭാഗത്തിനാണ് മാവ് റെഡിയാക്കി വെക്കണത്. ഇത്തിരി കട്ടി ഉണ്ടാവും, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അപ്പം കഴിക്കാനായിട്ട്. നിങ്ങൾ കഴിച്ച് നോക്കിയോളൂ. നാളെ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.